രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൽ നിന്നുകൂടി വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. സാങ്കേതിക തകരാറാണോ ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിന് വഴിവെച്ചത്, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നത് അറിയാനുള്ള വിശദമായ പരിശോധന പല തലങ്ങളിലായി ഉണ്ടാവുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ. അച്യുതൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇന്ന് ദുരന്തഭൂമിയിലേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തി. അവിടെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു ചെറിയ ദൈർഘ്യം കുറഞ്ഞൊരു ഉന്നതതല അവലോകന യോഗവും അവിടെ നടന്നിരുന്നു. ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തി, പരിക്കേറ്റവരുമായി സംസാരിച്ചു, രക്ഷപ്പെട്ട വിശ്വാസവുമായി അടക്കം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സന്ദർശനം, വിവരങ്ങൾ അച്യുതൻ. റിജിത്തെ, രാജ്യത്തെ തന്നെ നടുക്കിയ ആ ഒരു സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനോടകം നടപടികൾ ഉള്ളത്. ഇന്നലെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വ്യോമയാന മന്ത്രിയെയും സംഭവ സ്ഥലത്തേക്ക് അയക്കുന്നത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രധാനമന്ത്രി നാളെ അഹമ്മദാബാദ് സന്ദർശിക്കും, അവിടേക്ക് ആ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ എത്തുകയും ഈ ആദ്യം അപകട സ്ഥലം സന്ദർശിക്കുന്നത്. അദ്ദേഹം ഈ ഡോക്ടർമാരുടെ ഹോസ്റ്റൽ, ഈ വിമാനം ഇടിച്ചിറങ്ങിയ ആ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള പരിസരങ്ങൾ സന്ദർശിച്ച എന്താണ് ആ അപകട സാഹചര്യം എന്നത് നേരിട്ട് മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ആശുപത്രികളിലേക്ക് പോവുകയും അവിടെ ചികിത്സയിൽ പരിക്കേറ്റ് കഴിയുന്ന രോഗികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഒപ്പം ഈ വിമാന യാത്രികരിൽ രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രികൻ അദ്ദേഹത്തെ നേരിട്ട്, വിശ്വാസ് കുമാർ രമേശിനെ നേരിട്ട് കാണുകയും സന്ദർശിക്കുകയും അദ്ദേഹത്തോട് ഈ സംഭവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു ഉന്നതതല യോഗം, ഒരു അവലോകന യോഗം ഈ അപകടവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ചേർന്നത്. ആ കാര്യങ്ങളിൽ നിലവിൽ സ്വീകരിക്കേണ്ട നടപടികൾ, അതായത് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒപ്പം ഈ നിലവിൽ ഈ ബന്ധുക്കൾ, നിരവധി ഈ മരിച്ചവരുടെ ബന്ധുക്കളാണ് അവിടെ ഗുജറാത്തിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ, ഈ കാര്യങ്ങളും ഈ അവലോകന യോഗത്തിൽ ചർച്ചയായതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അവിടെ എത്തിയ പ്രധാനമന്ത്രി അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെ അറിയിക്കുകയുണ്ടായി. രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. ഈ നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടമായവരുടെ അവർ സൃഷ്ടിച്ച ശൂന്യത അത് കാലങ്ങളോളം. ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ചിലരുടെയൊക്കെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ വിജയ് രൂപാണിയുടെ കുടുംബം ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. വിജയ് രൂപാണിയുടെയൊക്കെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞോ അച്യുതൻ? റിജിത്ത്, ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും നിലവിൽ അത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. കാരണം ഇന്ന് രാവിലെയോടുകൂടിയാണ് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബം അവിടേക്ക് എത്തുന്നത്, അതായത് ഗുജറാത്തിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് മറ്റു നടപടികളിലേക്ക് കടന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് എന്താണ് എന്നുള്ളൊരു വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള DNA പരിശോധനകളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നോ എന്നെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇനി അത്തരത്തിൽ മൃതദേഹം തിരിച്ചറിയുന്ന തരത്തിലാണ് അത് ഉടൻ തന്നെ വിട്ടു നൽകാനുള്ള നടപടികളിലേക്കായിരിക്കും അധികൃതർ കടക്കുക. എന്തായാലും അത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെട്ട അപകടമാണ് ഇതുണ്ടായിരിക്കുന്നത്. എന്തായാലും അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദുരന്തഭൂമിയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള പരിശോധനയിൽ DVR കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമുണ്ടാവുന്നു. ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചിലരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ചിലരുടെ DNA പരിശോധനാ ഫലം ശേഖരിക്കേണ്ടതുണ്ട്. ബന്ധുക്കളൊക്കെ എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് നടക്കുന്നത്.